ഹായ് ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ. കുറച്ച് ലേറ്റാണ്, പക്ഷെ തിരുവോണമല്ല കേട്ടോ, അവിട്ടം ദിനത്തിലെ ഒരു ഡേ. അങ്ങനെ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് എല്ലാവർക്കും എവിടെയെങ്കിലും പോയാലോ എന്നൊരു ആലോചന. അങ്ങനെ ഒരുപാട് ആലോചനകൾക്ക് ശേഷം ഒരു ലൊക്കേഷൻ ഫിക്സ് ചെയ്തു. ഒറ്റ മൈൻഡ് ട്രാവലറൊക്കെ വിളിച്ചങ്ങ് ഇറങ്ങി. ഒരു ഹാഫ് ഡേ ട്രിപ്പ് ആണെങ്കിലും ട്രാവലറിൽ കയറിയപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ട് ഓണായിട്ടോ. Illuminati, 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 മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ വന്നായി നടന്നതോ സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം നീറുന്നതോ. ഇനി അഗ്നിക്കാവടിയാടാൻ കനലിൽ നാഴിയൊരുക്കണ്ടേ കൂപ്പട കൂട്ടാൻ ഇനി കൊട്ടടവട്ടം വീരാളിക്കോലം ചുറ്റിക്കോമരമുണ്ടേ വാളും പരിചയുണ്ടേ ഹോയ് മുക്കില്ല നാക്കില ആരു വിളക്ക് ശീലത്തിൻ ചിലമ്പുമുണ്ടേ തഞ്ചി കൊഞ്ചേടി കൊഞ്ചേടി കുറുമ്പി ഹരോ ഹരാ ഹരോ ഹരാ. അപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു പാക്ക് ഓഫ് പാട്ട് ഫാമിലിയിലേക്കാണ് ഞാൻ വന്നേക്കുന്നതെന്ന്. അപ്പം അതെ, ഞങ്ങൾ ഏകദേശം ലൊക്കേഷനിലെത്തി. ഇനി ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണ്ടേ? യെസ്, കാപ്പാട് ബീച്ച്. അയ്യേ, ഇതിനാണോ ഈ ഹൈപ്പ് കൊടുത്ത് വണ്ടിയൊക്കെ വിളിച്ച് പോകുന്നതെന്ന് നമ്മൾ കോഴിക്കോട്ടുകാർക്ക് തോന്നും. പക്ഷേ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അങ്ങ് മലപ്പുറത്ത് കിടക്കുന്നവർക്ക് ഇതൊരു എക്സൈറ്റഡ് പ്ലേസ് തന്നെയാണ്. അതും ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ പറയണ്ട, എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത്. നമുക്ക് തൊട്ടടുത്ത് കിടക്കുമ്പോൾ അതിൻ്റെ വില അറിയില്ല എന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ദേ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടും കുറച്ച് ബ്ലോക്ക് കിട്ടിയോണ്ടും തന്നെ നമ്മൾ സൺസെറ്റ് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തി. ദേ ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പലതവണ അവിടെ പോയിട്ടുണ്ടെന്ന്. കാരണം എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട് അവിടെ തന്നെയാണ്. അവരും വന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് സൺസെറ്റ് ആയതോ അല്ലെങ്കിൽ ലേറ്റ് ആയതോ ഒന്നും ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കടലിൽ കളിച്ച്. പിന്നെ ശ്രദ്ധിക്കണം, മലപ്പുറത്ത് ഇങ്ങനെ ഒരു ബീച്ച് ഇല്ലാത്തതുകൊണ്ട് കോഴിക്കോട് ബീച്ചാണ് എല്ലാവർക്കും ആകെയുള്ള ഒരു ആശ്രയം. അപ്പോൾ നമ്മളിത് കാപ്പാട് ബീച്ചിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു കേട്ടോ, ഐ മീൻ സന്തോഷിച്ചു കേട്ടോ. കടൽ ഭയങ്കര ഇച്ചിരി ക്ഷുഭിതയായിരുന്നു. എന്നാലും എല്ലാവരും അത്യാവശ്യം നനഞ്ഞ് കുളിച്ച് നമ്മൾ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ 2025 ഓണത്തിന് വിരാമമിട്ടു. ഓക്കെ, ബൈ.